ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമയുടെ ടേസ്റ്റിൽ മക്രോണീനെ കൊണ്ടൊരു അടിപൊളി ഐറ്റംസ് റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓൾറെഡി ഞാൻ ചെറിയ ചെറിയ പീസാക്കി വെച്ച് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈം ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഹാഫ് ടീസ്പൂൺ ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് ബ്ലാക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു മിക്സർ റെഡിയാക്കണം. അതിനു വേണ്ടി മിക്സിയിലേക്ക് 4 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത്. 4 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇതേ അളവിൽ നമ്മൾ പാലും കൂടി എടുക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ നേരത്തെ പാലും ഓയിലും എടുത്ത അതേ കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് വേവിച്ച് വെച്ച മക്രോണി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മക്രോണി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒരുപോലെ ഓയിൽ ആക്കാം. ഒന്ന് ഓയിൽ എല്ലായിടത്തും ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ലെയറായിട്ട് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മക്രോണി ഫില്ലിങ് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. മസാല ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബാക്കി ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് കുറച്ച് ടൈം നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം. ഒരു ഹാഫ് കുക്കായതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ഡെക്കറേറ്റ് ആണോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി ഒരു റോസിൻ്റെ ഒരു ആകൃതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതും വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവാണ് കുക്ക് ചെയ്യാൻ എടുക്കും. വേഗം ഒന്ന് കുക്കായി കിട്ടും. നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ളൊക്കെ ടൂത്ത് പിക്ക് കൊണ്ടോ ഒരു സ്റ്റിക്ക് കൊണ്ടോ കുത്തിയിട്ട് നോക്കാം ഉള്ളിൽ വെന്തിനൊന്ന് നന്നായിട്ട് കുക്കായതിനൊന്ന്. നമ്മുടെ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കുക്കായിട്ടുണ്ടാവും. നമുക്കിതെടുത്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയുള്ള പോളയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ മസ്റ്റായിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ലൊരു ഷവർമയുടെ ടേസ്റ്റും പോളയുടെ മസാലയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.